1256 ജനുവരി 6 വിശുദ്ധ ജർത്രൂദിൻ്റെ ജനനം. ഇക്കാലത്ത് ജർമ്മനിയിൽ ബഹുഭൂരിപക്ഷവും ദരിദ്രരായിരുന്നു. അത്തരമൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വീണ കുഞ്ഞു ജർത്രൂദിന് നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളെ നഷ്ടമായി. തെരുവിലലഞ്ഞിരുന്ന അനേകം ബാല്യങ്ങളിലൊന്നായി അവൾ തീരുമായിരുന്നു. എന്നാൽ ദൈവം അവൾക്കായി മനോഹരമായൊരു പൂങ്കാവനം ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. വാക്കുകൾ ഉച്ചരിക്കുവാൻ പഠിക്കുന്നതിന് മുമ്പേ മാലാഖമാരുടെ പുഞ്ചിരിയോടുകൂടി തങ്ങളെ സമീപിച്ചിരുന്ന സിസ്റ്റേഴ്സിയൻ സന്യാസിനികൾ അവളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുന്നതിൽ വ്യഗ്രചിത്തരായ അവരോട് കൂടെ ആയിരിക്കാൻ അവൾ തീവ്രമായി അഭിലഷിച്ചു. അതുകൊണ്ടാണ് അപ്പനും അമ്മയും ചലനമറ്റ് കിടക്കുന്നത് കണ്ട ജർത്രൂദ് സിസ്റ്റേഴ്സിൻ്റെ മഠത്തിലേക്ക് ഓടിയത്. ആശ്രമശ്രേഷ്ഠയായ സിസ്റ്റർ ജർത്രൂദ് കുഞ്ഞു ജർത്രൂദിനെ തൻ്റെ സഹോദരിയായ സിസ്റ്റർ മെറ്റിൽഡയുടെ സംരക്ഷണത്തിനും വാത്സല്യത്തിനും വരമേൽപ്പിച്ചു. മഠത്തിൽ കുട്ടികൾ വെറുതെ വളരുകയായിരുന്നില്ല. ആത്മീയ വളർച്ചയ്ക്കൊപ്പം അവരുടെ ബൗദ്ധികമായ ഉന്നമനത്തിലും ആശ്രമശ്രേഷ്ഠയും മറ്റു മുതിർന്ന സന്യാസിനികളും ശ്രദ്ധ ചെലുത്തിയിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ചു നിന്നിരുന്നെങ്കിലും ആരെയും താഴ്ത്തി കാണാതിരിക്കാൻ ജർത്രൂദ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും മറ്റുള്ളവർക്കായി സ്വന്തം അവസരങ്ങൾ അവൾ ത്യജിച്ചു. ഒരു ദിവസം ജർത്രൂദ് അന്നത്തെ പഠനമെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരോട് കൂടി ഒളിച്ചു കളിക്കുകയായിരുന്നു. മഠത്തിൻ്റെ 2ാം നിലയിലായിരുന്നു കളി. കളി മുറുകുന്നതനുസരിച്ച് വാശിയും കൂടി. അടുത്ത പ്രാവശ്യം തന്നെ കണ്ടുപിടിക്കാതിരിക്കാനായി നല്ലൊരു സ്ഥലം ജർത്രൂദ് കണ്ടുപിടിച്ചു. 2ാം നിലയിലെ അരഭിത്തിയുടെ പുറകുവശം. അരഭിത്തിയുടെ മുകളിൽ കയറി താഴോട്ടിറങ്ങിയപ്പോൾ കാൽ തെറ്റി അവൾ താഴേക്ക് പതിച്ചു. നിലവിളി കേട്ട് കൂട്ടുകാരികൾ ഓടിക്കൂടി. മാളികയിൽ നിന്ന് താഴേക്ക് ഓടിയിറങ്ങി വന്ന അവർ കണ്ടത് പുഞ്ചിരിച്ചുകൊണ്ട് വരാന്തയിലിരിക്കുന്ന ജർത്രൂദിനെയാണ്. ശരീരത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെങ്കിലും ഒരു ചിന്ത അവളെ അസ്വസ്ഥപ്പെടുത്തി. സ്വർഗത്തിലേക്കുള്ള വാതായനം തനിക്ക് തുറന്നു കിട്ടിയതായിരുന്നു. ഈ അപകടത്തിൽ താൻ മരിച്ചിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് തനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എത്താമായിരുന്നു. അവളുടെ മരണഭയമില്ലായ്മ കണ്ട കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, തിരുപ്പാതയം സ്വീകരിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ നിനക്ക് ഭയമുണ്ടാകില്ലേ? ഉടനടി വന്നു ദൈവനന്മയിൽ അടിയുറച്ച മറുപടി, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സഭയുടെ കൂതാശകളെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ദൈവപരിപാലന എന്നെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കാൻ ഇടവരുത്തുകയാണെങ്കിൽ അവിടുത്തെ കാരുണ്യത്തിൽ വിശ്വസിച്ച് മരിക്കാൻ ഞാൻ സന്നദ്ധയാണ്. എന്തെന്നാൽ അതുമൂലം ഞാൻ രക്ഷിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാനുള്ള അഭിവാജ്ഞ അവളിൽ ഗാഢമായി നിലകൊണ്ടു. ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എരിയുന്ന അവളുടെ ഹൃദയം തിരിച്ചറിഞ്ഞ സിസ്റ്റർ മെറ്റിൽഡ തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ നൊവിഷ്യറ്റിലേക്ക് സ്വീകരിക്കേണ്ട സമയമായെന്ന് ആശ്രമശ്രേഷ്ഠയെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ വളരെ തീഷ്ണമായ ഒരുക്കത്തിൻ്റെ ആ ഘട്ടത്തിലേക്ക് അതീവ താല്പര്യത്തോടെ ജർത്രൂദ് പ്രവേശിച്ചു. കറയോ ചുളിവുകളോ ഇല്ലാതെ തൻ്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കണമെന്ന ശക്തമായ തീരുമാനം തൻ്റെ ജീവിതത്തിലെ ഉല്ലാസ സമയം വെട്ടിക്കുറച്ച് അവ കൂടി പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാൻ അവളെ പ്രേരിപ്പിച്ചു. നൊവിഷ്യറ്റ് കാലത്തെ ഈ പരിശ്രമങ്ങൾ ജർത്രൂദ് വളരെ രഹസ്യമായി സൂക്ഷിച്ചു. എന്നെ ആരും ഒരു വിശുദ്ധയായി കാണരുത്, കാരണം ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു പാപിയാണ് ഞാൻ എന്നതായിരുന്നു അവളുടെ ചിന്ത. ഈ ചിന്തയ്ക്ക് നിദാനമോ എല്ലാ വിശുദ്ധർക്കുമുള്ള എളിമയെന്ന പ്രതിഭാസവും. അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയം ദൈവത്തോട് വളരെയേറെ അടുക്കുകയായിരുന്നു. ജർത്രൂദിൻ്റെ സുഹൃത്തായിരുന്ന ഒരു നോവിസ് മടച്ചാപ്പലിൽ ഏകാന്തയായി മുട്ടിന്മേലായിരിക്കുന്ന ജർത്രൂദിനെ കാണാനിടയായി. ശ്രദ്ധിച്ചപ്പോൾ ജർത്രൂദിൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നു. എന്താണിവൾ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാനുള്ള മനുഷ്യസഹജമായ ആകാംക്ഷ ഒളിഞ്ഞു നിന്ന് പ്രാർത്ഥന ശ്രദ്ധിക്കാൻ ആ നോവീസിനെ പ്രേരിപ്പിച്ചു. അവൾ കേട്ടു, കരുണയുടെ പിതാവേ, നന്ദിയോടും എളിമയോടും കൂടെ ഞാൻ അങ്ങയുടെ അനന്ത സ്നേഹത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ പരിഗണിക്കാതെ അങ്ങയുടെ സമാധാനവും അളവറ്റ ദാനങ്ങളും അങ്ങിനിൽ വർഷിക്കുന്നു. നന്മ ചെയ്യുന്നൊരു വ്യക്തിയെ പോലെ അങ്ങനെ കണക്കാക്കുന്നു. ഇത് കേട്ട് സ്തബ്ധയായ നോവീസ് പിന്നീടൊരവസരത്തിൽ ജർത്രൂദിനോട് ചോദിച്ചു, നിനക്ക് വീഴ്ചകൾ പറ്റാറുണ്ടോ? ഉണ്ട്, അനവധി വീഴ്ചകൾ, ജർത്രൂദ് ഉത്തരം നൽകി. അവയെന്താണെന്ന് എന്നോട് പറയാമോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ വീഴ്ചകളെ ഒഴിച്ചു നിർത്താമല്ലോ.
ഒരു കള്ളച്ചിരിയോടെ ആ നോവിസ് വീണ്ടും ചോദിച്ചു. തൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി എളിമപ്പെടാൻ അവസരം നൽകിയ കർത്താവിന് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് ജെർത്രൂദ് പറഞ്ഞു. ഇന്നലെ ഞാൻ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ താല്പര്യം പഠിക്കുന്നതിനോട് കാണിച്ചു. അധ്യാപിക ചോദിച്ച ചോദ്യത്തിന് മാർഗറ്റിന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ ചാടിക്കയറി ഉത്തരം പറഞ്ഞത് മാർഗറ്റിനെ വേദനിപ്പിച്ചിരിക്കില്ലേ? ഇനിയുമുണ്ട് അനവധി. പരിഹസിക്കുക എന്ന ലക്ഷ്യവുമായി ജെർത്രൂദിനെ സമീപിച്ച ആ നോവിസിനെ വലിയൊരു ആത്മവിചിന്തനത്തിലേക്ക് ഈ ഏറ്റുപറച്ചിൽ നയിച്ചു. യഥാർത്ഥത്തിൽ ജെർത്രൂദിൻ്റെ ജീവിതത്തിൽ ഒരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല. 5 വയസ്സുകാരി ബാലികയുടെ നിഷ്കളങ്കത ആവൃത്തിക്കുള്ളിൽ വളരുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. മതേതരമായ പഠനങ്ങൾ ജെർത്രൂദ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും യാമപ്രാർത്ഥനയുടെ ഇടവേളകളിൽ മാത്രമാണ് ഇവയ്ക്ക് അവൾ സമയം കണ്ടെത്തിയത്. 26 വയസ്സ് തികഞ്ഞ ദിവസങ്ങളിലൊന്നിൽ രാത്രിയിലെ യാമപ്രാർത്ഥനയ്ക്ക് ശേഷം ജെർത്രൂദ് ചാപ്പലിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ഇരുട്ടിൻ്റെ ആവരണത്തെ കീറിമുറിക്കുന്ന പ്രകാശം സക്രാരിയുടെ അടുക്കൽ കത്തുന്ന കെടാവിളക്കിൻ്റേതു മാത്രമാണ്. അന്തരീക്ഷം പോലെ തന്നെ ശാന്തമാണ് അവളുടെ ഹൃദയവും. പെട്ടെന്ന് അപൂർണതയെക്കുറിച്ചുള്ള ചിന്ത അവളെ അസ്വസ്ഥയാക്കി. അതിനാൽ തന്നെ ഉറങ്ങാമെന്നുള്ള തീരുമാനമെടുത്ത് അവൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റു. ശയനമുറിയിൽ പ്രവേശിക്കുമ്പോൾ മുമ്പേ ചരിച്ച ഒരു വിശുദ്ധ സന്യാസിനിയുടെ ഛായാചിത്രം ചുമരിൽ തൂക്കിയിരിക്കുന്നത് അവൾ കണ്ടു. നിയമപ്രകാരം ആദരവോടെ ആ ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് തല ഉയർത്തിയപ്പോൾ ജെർത്രൂദ് കണ്ട കാഴ്ച അവളെ അത്ഭുതപരതന്ത്രയാക്കി. 16 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുന്നു. പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ് അവനെന്ന് അവൾക്ക് തോന്നി. സക്രാരിയുടെ അടുക്കൽ താൻ കണ്ടിരുന്ന വിളക്കിനേക്കാൾ പ്രകാശിതമാണ് അവൻ്റെ മുഖം. സ്ത്രീകൾ മാത്രം വസിക്കുന്ന ഈ കന്യാലയത്തിൽ ഒരു പുരുഷൻ എങ്ങനെ പ്രവേശിച്ചു? ഒരേ സമയം സംഭ്രമപരവശയും ഭയചകിതയുമായി നിൽക്കുന്ന ജെർത്രൂദിനോട് ആ രൂപം സംസാരിച്ചു തുടങ്ങി. സ്നേഹമയവും മാധുര്യമേറിയതുമായ വാക്കുകളിൽ ഈശോ അവളോട് പറഞ്ഞു, നീ എന്തിനു ഖേദിക്കുന്നു? നിന്റെ രക്ഷ അടുത്തെത്തിയിരിക്കുന്നുവല്ലോ. ഈശോ ഈ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ ശാരീരികമായി ശയനമുറിയുടെ മുൻവശത്താണെങ്കിലും ചാപ്പലിൽ അവൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നതായാണ് അവൾക്ക് തോന്നിയത്. പിന്നീട് അവൾ ഇങ്ങനെ കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും. ഇവ കേട്ടുകഴിഞ്ഞപ്പോൾ ഈശോയുടെ കൈകൾ തൻ്റെ ഉള്ളം കൈയെ സ്പർശിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്താൽ അവളുടെ ഹൃദയം നിറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ ചുറ്റും ഭൗതികമായ വസ്തുക്കളൊന്നും തന്നെയില്ലെന്നും താൻ നിലത്ത് നിന്ന് ഉയരുകയാണെന്നും അവൾക്ക് തോന്നിത്തുടങ്ങി. അതിനുശേഷം ഈശോ ഇങ്ങനെ പറയുന്നതായി അവൾ കേട്ടു, തേൻ നീ രുചിച്ചത് മുള്ളുകൾക്കിടയിൽ നിന്നാണ്. അതിനാൽ ഇപ്പോൾ നീ എന്നിലേക്ക് തിരിച്ചു വരും. ഞാൻ നിന്നെ സ്വീകരിക്കുകയും എൻ്റെ സ്വർഗീയ ആനന്ദത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്നെ മൂടുകയും ചെയ്യും. ഈ വാക്കുകൾ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവ് അലഞ്ഞില്ലാതാകുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഇതാദ്യമായായിരുന്നു ഈശോ ജെർത്രൂദിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായത്. കൂടുതൽ ശക്തമായ തീരുമാനങ്ങളിലേക്ക് ഈ ദർശനം അവളെ നയിച്ചു. സാഹിത്യവും മറ്റു ലൗകിക പഠനങ്ങളും വ്യർത്ഥമായി അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാം ശൂന്യവും മായയുമാണെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്നും അവളുള്ളിൽ പറഞ്ഞു.